التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്തറുന്നത ക്ലാസ് തുടരുകയാണ്. ഇനി ഫിയാല് മാദിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി അതിൽ രണ്ടാമത്തെ അമ്രു ഫിയാലിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. വസാനി രണ്ടാമത്തേത് മിൻ അഖ്സാമിൽ ഫിയാലി, ഫിയാലിൻ്റെ ഖിസ്മുകളിൽ നിന്നുള്ള രണ്ടാമത്തേതാകുന്നത് അമ്രുൻ, അമ്രാണ്. വയുറഫുൽ അമ്രു, അമ്രിനെ അറിയപ്പെടും ബി ഷൈഇനി, രണ്ട് ഷെയ് കൊണ്ട്, രണ്ട് അലാമത്തുകളോടെ പറയാണ്. അമ്രുഫീലിനെ തിരിച്ചറിയുന്ന രണ്ട് ഷെയ്കൾ. അതെന്തുകൊണ്ടാ? വയുറഫുൽ അമ്രു ബി ഷൈഇനി എന്ന് പറഞ്ഞാൽ ബി ദലാലത്തിഹി, അത് അറിയിക്കൽ കൊണ്ട്, അല തൊലബി, തൊലബിൻ്റെ മേൽ അറിയിക്കൽ കൊണ്ട്, മഅ ഖബൂലിയ ഇൽ മുഖാത്തബത്തി, മുഖാത്തബത്തിൻ്റെ യാഇനെ കബൂലാക്കലോടുകൂടെ, സ്വീകരിക്കലോടുകൂടെ തൊലബിൻ്റെ മേൽ, തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുന്നത് കൊണ്ട് ഫീലു അമ്രിനെന്ത് ചെയ്യും? അറിയപ്പെടുന്ന. നഹു ഏതുപോലെ? കും പോലെ. അപ്പോൾ കും എന്നെടുത്താ ഫ ഇന്നഹു, തീർച്ചയായും അത് ദാലുൻ, അത് അറിയിക്കുന്നുണ്ട് അല തൊലബിൽ ഖിയാമി, ഒരു ഖിയാമിനെ നിൽക്കണം, ഒരു നിൽക്കലിനെ ആവശ്യപ്പെടുന്നുണ്ട്. കും, നീ നിൽക്കുന്നു പറയുമ്പോൾ ഖിയാമിനെ അവിടെ തൊലബ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയക്കുബലു, ഈ കും എന്നുള്ളത് വയക്കുബലു യാ അൽ മുഖാത്തബത്തി, മുഖാത്തബത്തിൻ്റെ യാഇനെ കൂടി സ്വീകരിക്കും. അപ്പം ഇതുപോലെ കക്കൂമി, മുഖാത്തബത്തിൻ്റെ യാഇനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പം രണ്ടും കൂടി അപ്പം അത് അമ്രു ഫിഅല എന്ന് മനസ്സിലായി. ഇനി ഫ ഇൻ ദല്ലത്തിൽ കലിമത്തു, ഇനി ഫ ഇൻ ദല്ലത്തിൽ കലിമത്ത്, ഒരു കലിമത്ത് അറിയിക്കുകയാണെങ്കിൽ അല തൊലബി, തൊലബിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. പക്ഷേ വലം തഖ്ബൽ, അത് സ്വീകരിക്കുന്നില്ല, സ്വീകരിച്ചിട്ടില്ല. എന്തിനെ? യാ അൽ മുഖാത്തബത്തി, മുഖാത്തബത്തിൻ്റെ യാ എന്നിട്ട് സ്വീകരിച്ചിട്ടുമില്ല. ഏതുപോലെ? ക സ്വഹ് പോലെ, അതേപോലെ തന്നെ ക സഹ് പോലെ, വ മഹ് പോലെ. അപ്പോൾ സ്വഹ് മഹ് അത് ഇസ്മുഫീലുകളാണ്. അപ്പോൾ മഹ് എന്നുള്ള മാന എടുത്ത് നോക്കി നമുക്ക് തൊലബിനെ അറിയിക്കുന്നുണ്ട്. മഹിൻ്റെ മാന, സ്വഹിൻ്റെ മാന ഒക്കെ തൊലബിനെ അറിയിക്കുന്നുണ്ട്. സ്വഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്കുത്ത്, നീ മിണ്ടരുത്, ഉസ്കുത്ത്. അപ്പോൾ തൊലബിൻ്റെ മാനയെ അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഹ് എന്ന് പറഞ്ഞാൽ ഉക്കുഫുഫ് എന്ന അമ്രിൻ്റെ മാന എന്താ? തൊലബിൻ്റെ മാനയെ ഉക്കുഫുഫ്, തൊലബിൻ്റെ മാനയെ അറിയിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ബാക്കി തീർന്നിട്ടില്ല. ഇനി അല്ല ഔ, അല്ലെങ്കിൽ ഖബിലത്ത്, അത് സ്വീകരിച്ചിട്ടുണ്ട്. ഏത്? ആ കലിമത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്ന് വെക്കുക. ഒന്നുകിൽ ഇങ്ങനെ ഒരു കലിമത്ത് തൊലബിനെ അറിയിക്കുന്നുണ്ട്, ഒരു തേട്ടത്തെ അറിയിക്കുന്നുണ്ട്, പക്ഷേ വലം തഖ്ബൽ, അത് സ്വീകരിച്ചിട്ടില്ല മുഖാത്തബത്തിൻ്റെ യാ, ഇതുപോലെ സഹ് പോലെ, മഹ് പോലെ. അല്ലെങ്കിൽ ഖബിലത്ത് യാ അൽ മുഖാത്തബത്തി, ഇനി മുഖാത്തബത്തിൻ്റെ യാനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് നിൽക്കുക, സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ വലം തദുല്ല, അത് അറിയിച്ചിട്ടില്ല. എന്താണ്? തൊലബി. നേരെ തിരിച്ച്, നേരത്തെ പറഞ്ഞ ഇസ്മുഫീലിനെ പറഞ്ഞ പോലെ തിരിച്ചിവിടെ തൊലബിൻ്റെ മേലിട്ട് അറിയിക്കുന്നുമില്ല. മുഖാത്തബത്തിൻ്റെ യാനൊക്കെ സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ തൊലബിൻ്റെ മേൽ അറിയിക്കുന്നില്ല. ഇതുപോലെ തഖൂമീന പോലെ, തഖൂമീന അൻതി യാ ഹിന്ദു തഖൂമീന വതഖുലീന എന്നാണ് ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി ശർഹ് കൊടുത്ത ഉദാഹരണം. അപ്പോൾ തഖൂമീന തുഖുലീന എന്നൊക്കെ പറഞ്ഞതിൽ മുഖാത്തബത്തിൻ്റെ യാന സ്വീകരിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ തൊലബിൽ എന്തില്ല? തൊലബിൻ്റെ മാനല്ല, തൊലബില്ലയിൽ. അപ്പം അങ്ങനെ വന്നാൽ അതിൻ്റെ ജവാബാണ് ലം തക്കുൻ, അതെന്തായിട്ടില്ല? അപ്പോൾ ഫിഅല അംറിൻ, അംറിൻ്റെ ഫിഅലാവുകയില്ല. അപ്പോൾ ഈ രണ്ടും കൂടി വേണം. അതുകൊണ്ടാണ് ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി തന്നെ പറഞ്ഞത് ശറഹ് മുറക്കബത്തൻ മിൻ മജ്മൂഇ ഷൈഇനി, രണ്ട് ഷെയ് ഒരുമിച്ച് കൂടിക്കൊണ്ടാണ്, അങ്ങനെ മുറക്കബായിക്കൊണ്ടാണ് അതിനെ അറിയിക്കുക. രണ്ട് ഷെയ് ഏതാ? അത് മുഖാത്തബത്തിൻ്റെ യാനെ സ്വീകരിക്കുക, അതേപോലെ തന്നെ മുഖാത്തബത്തിൻ്റെ യാനെ സ്വീകരിക്കുകയും തൊലബിൻ്റെ മാന കിട്ടിയുമാണ്. ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത് അൽഫിയൽ തൗക്കീദിൻ്റെ നൂനാണ്. വല്ലംറു ഇല്ലം യകുലിൻ നൂനി മഹൽ ഫിഹി ഹുവ ഇസ്മുൻ നഹ്വു സ്വഹ് വ ഹയ്യഹൽന. ഇവിടെ ഇപ്പോൾ മുഖാത്തബത്തിൻ്റെ യാ വെച്ചിട്ടാണ് പറഞ്ഞത്. ഏതായാലും ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ സ്വഹ് മഹ് പോലത്തെ ഇസ്മു ഫീലുകൾ അമ്രിൻ്റെ മാന അറിയിക്കുന്നതാ. മഹ് എന്ന് പറഞ്ഞാൽ ഉക്കുഫുഫ്, സ്വഹ് എന്ന് പറഞ്ഞാൽ ഉസ്കുത്ത്. പക്ഷേ അതാ സ്വഹ് മഹ് എന്നുള്ള ഇസ്മു ഫീലായില്ലോ, അമ്രായില്ല. അതെന്തുകൊണ്ടാ? അത് മുഖാത്തബത്തിൻ്റെ യാനെ സ്വീകരിക്കൂല, സ്വഹീന്നോ മഹീന്നൊന്നും പറയൂല. ഇനി നേരെ തിരിച്ച് മുഖാത്തബത്തിൻ്റെ യാനൊക്കെ സ്വീകരിക്കുമെങ്കിലും തൊലബിൻ്റെ മാന അറിയിക്കൂല. അപ്പോൾ ഇതുപോലെ മുദാരിയ ഫീൽ തഖൂമീന തൂക്കുലീന പോലെ അപ്പോൾ അതെന്താ? അമ്രാൻ പറ്റൂല, കാരണം തൊലബിൻ്റെ മാന അറിയിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ലം തക്കുൻ ഫിഅല അംറിൻ. അപ്പോൾ ആ കലിമത്തായിട്ടില്ല, ലം തക്കുൻ ആ കലിമത്തായിട്ടില്ല, ഫിഅല അംറിൻ, അമ്രിൻ്റെ ഫീലായിട്ടില്ല. അപ്പോൾ ഫീല് അമ്രായിട്ടില്ല എന്നർത്ഥം. ഇനി അതിൻ്റെ ബിനാഇനെ കുറിച്ച്, മബ്നിയ എന്ന അവസ്ഥയെക്കുറിച്ച് പറയാം. വ ബിനാഉഹു,
ഇവിടെ ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി തന്നെ ഷർഹ് പറയുന്നുണ്ട്, അസ്ലി ഫീൽ അംർ അസ്ൽ ബിനാ സുക്കൂൻ്റെ മേലാ. അത് ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി തന്നെ പറയുന്നുണ്ട്. അതിലേക്കാണ് ഈ പോകുന്നത്. വ ബിനാഉഹു ഈ ഫിഅൽ അംറിനെ മബ്നി ബിനാ ചെയ്യൽ, ഐ അൽ അംറു ഐ അൽ അംരി. ബിനാഉഹു എന്ന് പറഞ്ഞാൽ ഐ അൽ അംരി, അംർ ഫീലിനെ മബ്നിയാക്കൽ ബിനാ ചെയ്യൽ അല സുക്കൂനി സുക്കൂനിൻ്റെ മേലാകുന്നു. ഇതുപോലെ കബ്രിബ് പോലെ അസ്ൽ സുക്കൂന് സുക്കൂനിൻ്റെ മേലെ മബ്നിയാക്കലാണ് അസ്ൽ. അല സുക്കൂനി സുക്കൂനിൻ്റെ മേലെ. ഇതുപോലെ കദ്രിബ് പോലെ ഇദ്രി പോലെ വദ്ഹബ് പോലെ, അത് ഷാരിഹിൻ്റെ വക, ഇദ്ഹബ് പോലെ. അപ്പോൾ അസ്ൽ എന്ത് മനസ്സിലായി? ഫീൽ അംർ സുക്കൂൻ മേൽ മബ്നിയാണ്. ഇനി ചില സമയങ്ങളിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഇല്ല ഇതാ കാന ആ അംർ ഫീൽ ആയാലല്ലാതെ ആ ഫീൽ അംർ എന്തായി? അൽ മുഅത്തല്ലൽ ആഖിർ മുഅത്തല്ലൽ ആഖിരി മൂത്തല്ലുൽ ആഖിറ നോക്കുക, ആഖിർ ഇല്ലത്താക്കപ്പെട്ടതാണെങ്കിൽ അപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഇല്ല ഇതാ കാന ആ അംർ ഫീൽ ആയെങ്കിലല്ലാതെ. എന്തല്ലാതെ? അംർ ഫീൽ ആയിട്ടില്ലെങ്കിൽ. ഇല്ല ഇതാ കാന എന്ന് പറഞ്ഞാൽ അംർ ഫീൽ ആയിട്ടില്ലെങ്കിൽ അൽ മുഅത്തല്ലൽ ആഖിർ ആഖിർ മൂത്തല്ലായിട്ടില്ലെങ്കിൽ അല്ലാതെ. മൂത്തല്ലാണെങ്കിൽ വ്യത്യാസം വരും. അപ്പം ഫഅല ഹദ്ഫിൽ ഇല്ലാ കാനൽ ഫഅല ഹദ്ഫി ആഖിരിഹി. അപ്പം എങ്ങനെയായിരിക്കും മബ്നി? അതിൻ്റെ ആഖിർ കളഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? അസ്ൽ സുക്കൂനാന്ന് മനസ്സിലായത്, യദ്രിബ് പോലെ. ഇനി മുഅത്തല്ലുൽ ആഖിറാണ്, ആഖിർ ഇല്ലത്തുള്ളതാണെങ്കിൽ അപ്പം അതിൻ്റെ ബിന എങ്ങനെയായിരിക്കും? ഫഅല ഹദ്ഫി ആഖിരിഹി, അതിൻ്റെ ആഖിർ കളഞ്ഞുകൊണ്ടായിരിക്കും. യകൂനു ബിനാഉഹു, അതിൻ്റെ ബിന ആകുന്നത് അതിൻ്റെ ആഖിർ കളഞ്ഞിട്ടായിരിക്കും. ഇതുപോലെ കഗ്സു പോലെ, വഖ്ഷ പോലെ, വർബി പോലെ. ഗസ, അതിൻ്റെ ഗസ യഗ്സു വാവായിരുന്നു ഉഗ്സു. അപ്പം അതിൻ്റെ ബിന എങ്ങനെ? ബിഹദ്ഫി ഹർഫിലില്ല, ബിഹദ്ഫി ഹർഫിലില്ല, ഇല്ലത്തിൻ്റെ ഹർഫിനെ കളഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആഖിർ ഇല്ലത്താണെങ്കിൽ അതിനെ പറയുക അതെന്താ? യുബ്ന അല ഹദ്ഫി ആഖിരി, അതിൻ്റെ ആഖിർ കളഞ്ഞുകൊണ്ടാന്ന് പറയും. അപ്പോൾ അവിടെ ഉഗ്സു വാവിനെ കളഞ്ഞു. ഖശിയ യഖ്ഷ യഖ്ഷ അലിഫിനെ കളഞ്ഞു, ഇല്ലത്തിൻ്റെ ഹർഫിനെ കളഞ്ഞു. റമ യർമി ഇർമിയാനെ കളഞ്ഞു. അപ്പോൾ ഇവിടെ ഒക്കെ ആഖിർ കളഞ്ഞുകൊണ്ടാണ് ബിനാ എന്നാ പറയുക. അതേപോലെ തന്നെ വ ഇല്ല ഇദാ കാന അതായിട്ടില്ലെങ്കിലാ ഈ അംർ ഫീൽ മുസ്നദൻ ചേർക്കപ്പെട്ടതാവുക ആയിട്ടില്ലെങ്കിൽ. എങ്ങോട്ട്? ലി ദമീരി തസ്നിയത്തിൻ തസ്നിയൻ്റെ ദമീറിലേക്കോ, ഔ ജമ്മിൻ ജമ്മിൻ്റെയിലേക്കോ, ഔ മുഖാത്തബത്തിൻ്റെയോ ജമ്മിൻ്റെയോ തസ്നിയൻ്റെയോ ദമീറിലേക്ക് ചേർക്കപ്പെട്ടതല്ല. ചേർക്കപ്പെടാത്തപ്പോൾ ചേർക്കപ്പെട്ടില്ലെങ്കിൽ ചേർക്കപ്പെട്ടാൽ എന്തായിരിക്കും? അപ്പോൾ ഹദ്ഫുന്നൂനായിരിക്കും. അതാ പറയുന്നത് കയ്യക്കൂന. ഏതുപോലെ? അതായത് പോലെ നഹ്വു കൂമാ കൂമു കൂമി കേട്ടാ കൂമാ. അപ്പോൾ അവിടെ എങ്ങോട്ടാ? കൂമാ ഫായിലേക്കല്ല എന്താക്കുക? ഇസ്നാദ് ചെയ്യുക. അപ്പോൾ അലിഫ് അവിടെ തസ്നിയാൻ്റെ അലിഫ് അവിടെ മുസ്നദിലേക്കാണല്ലോ. അപ്പോൾ കൂമാ. അപ്പോൾ അവിടെ നൂനെ കളഞ്ഞു ബിഹദ്ഫിൻ നൂനി. അതുപോലെ കൂമു അതാ. അപ്പോൾ ജമ്മിൻ്റെ വാവിലേക്ക്, ദമീർ വാവിലേക്ക്, വക്കൂമി മുഖാത്തബത്തിൻ്റെ യാവിലേക്ക്, ഇങ്ങനെയൊക്കെ വന്നാൽ അപ്പോൾ ബിന എങ്ങനെ? ഫഅല ഹദ്ഫിൻ നൂനി, ഹദ്ഫിൻ നൂൻ അടിസ്ഥാനത്തിലായിരിക്കും മബ്നിയെ. എന്നാ പറയുക? അപ്പോൾ എന്താ പറയുക? യുബ്ന അല ഹദ്ഫിൻ നൂനി, നൂനെ കളഞ്ഞുകൊണ്ട് മബ്നിയാക്കപ്പെടും. അപ്പോൾ യക്കൂനു ബിനാഉഹു, അതിൻ്റെ ബിന ആയിരിക്കും ഫഅല ഹദ്ഫിൻ നൂനി എന്നർത്ഥം. അപ്പം നൂനെ കളഞ്ഞുകൊണ്ട് യക്കൂനു ബിനാഉഹു, അതിൻ്റെ ബിന ആയിരിക്കും. അപ്പോൾ 3 ടൈപ്പ് അവിടെ പറഞ്ഞത്. സുക്കൂൻ്റെ മേൽ മബ്നി, പിന്നെ ആഖിർ കളഞ്ഞുകൊണ്ട് മബ്നിയാക്കപ്പെടും, അത് ആഖിർ ഇല്ലത്താണെങ്കിൽ. അല്ലെങ്കിൽ ഹദ്ഫുൻ നൂനായിരിക്കും, അതെപ്പോഴാ? തസ്നിയാൻ്റെ ദമീറിലേക്കോ ജമ്മിൻ്റെ ദമീറിലേക്കോ മുഖാത്തബത്തിൻ്റെ ദമീറിലേക്കോ ചേർക്കപ്പെടുമ്പം. അപ്പോൾ ഹദ്ഫുൻ നൂൻ അടിസ്ഥാനത്തിലേക്കും മബ്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഫബാന അപ്പോൾ വ്യക്തമായി ബിമാ സുക്കിറ പറയപ്പെട്ട ഒന്നുകൊണ്ട് അന്ന തീർച്ചയായും ലിൽ അംറി അംറിനുണ്ട് സലാസത്ത അഹ്വാലിൻ, അംറിന് സലാസത്ത അഹ്വാല് 3 അവസ്ഥകളുണ്ട് എന്ന് മനസ്സിലായി. പറഞ്ഞതുപോലെ തന്നെ ഏതുപോലെ? കമ അന്നൽ മാദിയ കദാലിക, ഏതുപോലെ? തീർച്ചയായും മാദിയും ഇപ്രകാരമായതുപോലെ. മാദിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, ഫത്ഹിൻ്റെ മേൽ, ദമ്മിൻ്റെ മേൽ, പിന്നെ സുക്കൂൻ നമ്മൾ പറഞ്ഞു. അതേപോലെ ഇതിന് 3 അവസ്ഥകളാണുള്ളത്. ഇനി മുസന്നിഫ് റഹ്മഹുല്ല ചില ഖിലാഫുകളാണ് പറയാൻ പോകുന്നത്. അഥവാ അത് അംർ ഫിഅലാണോ
അതല്ല ഇസ്മു ഫിഅലാണോ? അപ്പോൾ ഇസ്മാണോ അതല്ല ഫീലാണോ എന്ന് ഖിലാഫുണ്ട്. ആ വിഷയത്തിലേക്കാണ് ഇനി മുസന്നിഫ് റഹ്മഹുല്ല ഉണർത്തുന്നത്. ഇത് 3 കലിമത്തുകൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഹലുമ്മ, ഹാത്തി, തആല. ഇത് ഫീലാണോ ഇസ്മാണോ ഉള്ള ചർച്ചയിലേക്കാണ്. നോക്കാം. ഓ മിൻഹു അഥവാ ഐ മിനൽ അംരി, അമ്രിൽപ്പെട്ടതാകുന്നു. ഒന്ന് എങ്ങനത്തെ ഒരു കലിമത്ത് ഉഖ്തുലിഫ, അഭിപ്രായ വ്യത്യാസത്തിലാക്കപ്പെട്ടിട്ടുണ്ട്. ഫീലിയത്തിഹി, അത് ഫീലാണോ എന്ന വിഷയത്തിൽ ഏതൻ വീണ്ടും. അപ്പോൾ അത് ഫീലാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമാക്കപ്പെട്ട ഒന്ന് അത് അമ്രിലുണ്ട് എന്നാണ്. അതാണ് ഈ പറയാൻ പോകുന്നത്. വഹുവ സലാസത്തു അൽഫാസിൻ, അത് 3 ലഫ്സുകളാണ്. അൽ അവ്വലു, ആദ്യത്തേത് ഹലുമ്മ എന്നുള്ളതാണ്. ഫഇന്നഹ, തീർച്ചയായും ഈ ഹലുമ്മ എന്നുള്ളത് ഫിഅലു അംറിൻ, അമ്ര ഫീലാണ്. ഫി ലുഗത്തി ബനി തമീം, ബനൂ തമീം ഗോത്രക്കാരുടെ ലുഗ അനുസരിച്ച് നോക്കുമ്പോൾ അത് അമ്ര ഫീലാണ്. കാരണം അന്നഹും, തീർച്ചയായും അവർ, ഈ ബനൂ തമീം ഗോത്രക്കാർ, യുൽഹിഖൂന ബിഹാ, അതിനോട് ചേർക്കും, ഈ ഹലുമ്മയോട് ചേർക്കും. അദ്ദമാഇറ, ദമീറിനെ ചേർക്കും. ബിഹസബി, പരിഗണിച്ചുകൊണ്ട്. ബിഹസബി മൻ, ഒന്നിനെ പരിഗണിച്ചുകൊണ്ട്. ഹിയ, ഈ ഹലുമ്മയാകുന്നത് മുസ്നദത്തുൻ ഇലൈഹി, അതിലേക്ക് ചേർക്കപ്പെടും. അപ്പോൾ ഇതിനങ്ങോട്ട് ചേർക്കപ്പെടുമല്ലോ. അപ്പോൾ ബനൂ തമീം ഗോത്രക്കാർ ഇതിനെ ബി ഹസബി മൻ, ഒന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഹിയ, ഈ ഹലുമ്മയാകുന്നത് മുസ്നദത്തുൻ, അത് ചേർക്കപ്പെടും ഇലൈഹി, അതിലേക്ക്. അപ്പോൾ ഏതിലേക്കാണോ ചേർക്കപ്പെടുന്നത് അതിനനുസരിച്ച് എൻ്റെ ദമീർ അങ്ങനെ മാറ്റിക്കൊണ്ടുവരും. അതാണ് ബനൂ തമീം ഗോത്രക്കാരെ ലുഗ. അപ്പോൾ എങ്ങനെ പറയും? നഹ്വു ഹലുമ്മ യാ സെയ്ദു, അതേപോലെ തന്നെ ഹലുമ്മി പെണ്ണാകുമ്പോൾ യാ ഹിന്ദു, അതേപോലെ ഹലുമ്മു യാ സെയ്ദൂൻ ജമ്മാകുമ്പോൾ, അതേപോലെ തന്നെ ഹൽ മുംന യാ ഹിന്ദാത്തു. അവിടെ ഹൽ മുംന, ലാമിനെ സുക്കൂനാക്കി പറയണം. ഹൽ മുംന, മീമിന് ദമ്മ്, ഹൽ മുംന. അപ്പോൾ ഹൽ മുംന യാ ഹിന്ദാത്തു. അപ്പോൾ ചേർക്കപ്പെടുന്നതിനനുസരിച്ച്, ഏതിലേക്കാണോ ചേർക്കപ്പെടുന്നത് അതിനനുസരിച്ച് എന്താക്കും ദമീർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഹൽ മുംന യാ ഹിന്ദാത്തു. അപ്പോൾ ഫീൽ അമ്ര എന്ന ബനൂ തമീം ഗോത്രക്കാരെ ലുഗ പ്രകാരം. ഇനി അമ്മ ഇൻദ അഹ്ലുൽ ഹിജാസി, അഹ്ലുൽ ഹിജാസുകാരുടെ അടുക്കൽ ഫഹിയ ഇസ്മു ഫീലിൻ, അത് ഇസ്മു ഫീലാണെന്നാണ്. കാരണം എന്താ, അത് ഇസ്മു ഫീലാന്ന് പോലെ അഭിപ്രായം. ലിലുസൂമിഹാ, ഈ ഹലുമ്മ എന്നത് ലാസിമാക്കുന്ന കാരണത്താൽ, ഇൻദഹും അവരുടെ അടുക്കൽ ത്വരീഖത്തൻ വാഹിദത്തൻ, ഒരൊറ്റ ത്വരീഖ് മാത്രം. വബിലുഗതിഹിം, ഇവരുടെ അഥവാ അഹ്ലു ഹിജാസിൻ്റെ ലുഗയിലാണ് ജാഅത്ത് തൻസീലു, ഖുർആനിൽ വന്നിട്ടുള്ളത്. കൗലിഹി, അള്ളാഹുവിൻ്റെ കൗല് പോലെ. കുൽ ഹലുമ്മ എന്നല്ല പറഞ്ഞ അള്ളാഹുടെ, കുൽ ഹലുമ്മ ശുഹദാഅക്കും എന്നാണ് അവിടെ എന്ന് പറഞ്ഞാൽ. അവിടെ ഹലുമ്മക്ക് അഹ്ദിറൂ എന്നാണ്, അഹ്ദിറൂൻ്റെ മാന, അവിടെ മുത്തഅദ്ദിൻ്റെ മാന. അതേപോലെ തന്നെ ഐ അഹ്ദിറൂഹും എന്ന മാന, അപ്പോൾ മുത്തഅദ്ദിൻ്റെ മാനാക്ക് വരുമെന്നത് മനസ്സിലായി. ഏത്? ഈ ഹലുമ്മ. വഖൗലുഹു തആല, വഖൗലിഹി തആല, അതുപോലെ വഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ കൗല് പോലെ. പിന്നെ മറ്റൊരായത്തും കൂടി തെളിവ് കൊടുക്കുക. എന്താ? വൽ ഖായിലീന ലി ഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന. അവിടെ ഈത്തു ഇലൈന, ഇത്തു എന്നാണ് ഫസ്റ്റ് വായിക്കുമ്പോൾ ഈത്തു എന്ന് വായിക്കണം, അത് ബദലാക്കി ഈത്തു ഇലൈന എന്ന് പറയണം. അപ്പോൾ ലാസിമിൻ്റെ മാന, 2 മാനയുണ്ട് അത് മനസ്സിലായി. അപ്പോൾ ഖുർആനിൽ വന്നത് ആരെ? ഇസ്മുഫീല എന്ന് പറയുന്ന അഹ്ലുൽ ഹിജാസുകാരുടെ ലുഗ അനുസരിച്ചാണ്. കാരണം ഹലുമ്മു എന്ന് പറഞ്ഞില്ല, ഒക്കെ ഒറ്റ ത്വരീഖ വാഹിദ്, ഒറ്റ വാഹിദുകളെ അല്ലാഹ് പറഞ്ഞു. ഖുൽ ഹലുമ്മ ശുഹദാഅക്കും അഹ്ദിറൂഹും. അതേപോലെ തന്നെ ലി ഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന, ഐ ഈത്തു ഇലൈന എന്നർത്ഥം. അപ്പോൾ ഇവിടെ ആദ്യം അഹ്ദിറൂൻ്റെ മാനയൊക്കെ വന്നപ്പോൾ മുത്തഅദ്ദിയാണ്, ഇവിടെ ലാസിം, അത് 2 മനസ്സിലായല്ലോ. അതാണ് പിന്നെ പറയുന്നത് ശാരിഹി ഫഉലിമ, അപ്പോൾ അറിയപ്പെട്ടു, അന്നഹ, തീർച്ചയായും ഹലുമ്മ എന്നുള്ളത് തുസ്തഅമൽ, അതിന് ഉപയോഗിക്കപ്പെടും. ലാസിമത്തൻ, ലാസിമായിട്ട് ഉപയോഗിക്കപ്പെടും. മുത്തഅദ്ദിയായിട്ട് ഉപയോഗിക്കപ്പെടും. അപ്പോൾ ഏതായാലും ഹലുമ്മ എന്നുള്ളതിൽ 2 ലുഗ ഉണ്ട് മനസ്സിലായി. ബനൂ തമീം ഗോത്രക്കാർ പറയുന്നത് ഫീൽ അമ്ര എന്നാണ്. പക്ഷേങ്കിൽ അഹ്ലു ഹിജാസുകാർ പറഞ്ഞത് അത് ഇസ്മു ഫീല എന്നാണ്. അതൊറ്റ ത്വരീഖ വാഹിദ് മാത്രമാണ്.
ഖുർആൻ വന്നതും അത് പ്രകാരമാണ്. അപ്പോൾ കുറച്ചുകൂടിയും അഫ്സഹ് അതിലേതാ ഖുർആനിൽ വന്നത് വെച്ച് നോക്കുമ്പോൾ അഹ്ലുൽ ഹിജാസുകാരുടേതാണ്. ഇനി വസ്സാനി വസ്സാലിസ് 3, 2, 3 രണ്ടാമത്തെ മൂന്നാമത്തെ 3 കലിമത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചുള്ള പറയും നോക്കി. അതേതാ? ഹാത്തി വ തആല. തആല ഹാത്തി എന്നുള്ളതാണ്. ഇവിടെ ഫിഹ ഫഹുമാ, അപ്പോൾ അവ രണ്ടും, ഈ ഹാത്തി വ തആല എന്നുള്ളത് അവ രണ്ടും ഫിയലാ അംറിൻ, അംറു ഫിയലാണ്. ഫിൽ അസഹി, അസഹ അഭിപ്രായത്തിൽ അംറു ഫിയലാണ് എന്നാണ് ഇബ്നു ഹിശാം റഹ്മഹുല്ലാഹ് പറയുന്നത്. കാരണം ലി ദലാലത്തിഹിം, അവ രണ്ടും അറിയിക്കുന്നുണ്ട് അല തൊലബി, തൊലബിൻ്റെ മേലെ. തൊലബിൻ്റെ മേൽ മാത്രമല്ല, രണ്ടാമത്തെ ഷർത്ത് കൂടി ഉണ്ട്. അതെന്താ? വ ഖബൂലിഹിം ലി ദലാലത്തിഹിമ അല തൊലബി വ ഖബൂലിഹിമ യാ അൽ മുഖാത്തബത്തി, മുഖാത്തബത്തിൻ്റെ യാനെ കൂടി സ്വീകരിക്കുന്നുണ്ട്. രണ്ടുണ്ട്. അപ്പോൾ അത് സഹ അഭിപ്രായത്തിൽ എന്താണ്? രണ്ടും അമ്രുഫീലാണ്. ഇതുപോലെ ഹാത്തി വ തആലി എന്ന്, ഹാത്തി തആലി മുഖാത്തബത്തിൻ്റെ യാ ചേർത്ത് പറയും. ഈ ഹാത്തി എന്നുള്ളത് ഇബ്നു ഹിശാം റഹ്മഹുല്ലാഹ് തന്നെ ശറഹ് പറഞ്ഞിട്ടുണ്ട്. വാലം, നീ അറിഞ്ഞു അന്ന ആഖിറ ഹാത്തി, ഹാത്തിൻ്റെ അവസാനം മക്സൂർ നബദ്, എപ്പോഴും മക്സൂറായിരിക്കും. ഒരു സ്ഥലത്ത് അതേടെ ഇല്ല ഇതാക്കാൻ അലി ജമാഅത്ത് ദുക്കൂർ അണ്ട, ജമാഅത്ത് ദുക്കൂറിനായാലല്ലേ ആകുമ്പോഴല്ലാതെ ജമാഅത്ത് ദുക്കൂർ അവഫ ഇന്നഹു യുദമ്മു, അതിന് ദമ്മ് ചെയ്യപ്പെടും. ഫത്തഖുലപ്പം ഈ പറയും എൻ്റെ രൂപങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനെ ഒരാളാണ് ഹാത്തി യാ സെയ്ദു, പെണ്ണാകുമ്പോൾ ഹാത്തി യാ ഹിന്ദു. 2 ആണും പെണ്ണായാലും ശരി ഹാത്തിയാ യാ സെയ്ദാനി, ഹാത്തിയാ യാ ഹിന്ദാനി അങ്ങനെ പറയണം. പിന്നെ കുറേ പെണ്ണുങ്ങളാണെങ്കിലോ ഹാത്തീര യാ ഹിന്ദാത്തു. ആ സന്ദർഭത്തിലൊക്കെ താത്താക്ക് ഗസറായിട്ട് തന്നെ പറയുന്നത്. എന്നാലോ ജമാഅത്ത് ദുക്കൂറിനായപ്പോഴോ ഹാത്തു യാ ഖൗമു എന്നാ പറയുക, ദമ്മോട് കൂടി. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞല്ലോ, കുൽ ഹാത്തു ബുർഹാനക്കും എന്നല്ലേ പറഞ്ഞു. അതാണ്. അതുപോലെ തന്നെ തആല എന്നുള്ളതിൻ്റെ എപ്പോഴും അതിൻ്റെ എല്ലാ അവസ്ഥയിലും ആഖിർ ഫത്ഹായിരിക്കും, തആല. അപ്പോൾ ഒരാളാകുമ്പോൾ തആല യാ സെയ്ദു, പെണ്ണാകുമ്പോൾ തആലൈ യാ ഹിന്ദു. 2 പെണ്ണോ 2 ആണോ ആകുമ്പോൾ തആലയോ യാ സെയ്ദാനി, അല്ലെങ്കിൽ തആലയോ യാ ഹിന്ദാനി എന്നറിയണം. കുറേ ആണുങ്ങളാണെങ്കിൽ എങ്ങനെ പറയണം? തആലൗ യാ സെയ്ദൂന. കുറേ പെണ്ണാണെങ്കിലോ തആലൈന യാ ഹിന്ദാത്തു. ഇങ്ങനെ. അപ്പം ഫുള്ള് എല്ലാ സമയത്തും ഫത്ഹിൻ്റെ മേലാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും. പിന്നെ അല്ലാഹ് പറഞ്ഞു ഫതആലൈന എന്നാണ് ഖുർആനിലെ സൂറത്തു അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഫതആലൈന ഉമത്തിഅകുന്ന വ ഉസർരിഹ്കുന്ന എന്നല്ലാഹ് പറഞ്ഞു. അപ്പം അത് മനസ്സിലാക്കുക, അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ചില ആളുകളുടെ അടുക്കൽ ചില ആളുകൾ ഇത് ഇസ്മു ഫിഅലാണ് എന്ന അഭിപ്രായക്കാരുണ്ട്. അതാണ് ഇവിടെ ശാരിഹ് പറയുന്നത്. വഹുമാ, ഈ രണ്ടും, ഹാത്തി എന്നുള്ളതും തആല എന്നുള്ളതും, വഹുമാ അവ രണ്ടും എൻ്റെ ജമാഅത്തിൻ്റെ അടുക്കൽ, മിൻഹും അവരിൽപ്പെട്ടവരാണ് ജമഖ്ശരി അടക്കമുള്ള ജമാഅത്തിൻ്റെ ആളുകളുടെ അടുക്കൽ ഇസ്മാ ഫിഅലിൻ, അവ രണ്ടും ഇസ്മു ഫിഅല എന്ന അഭിപ്രായക്കാരാണ്. അതല്ല സഹ്. അതാണ് ഇബ്നു ഹിശാം റഹ്മഹുല്ലാഹ് തന്നെ ശറഹ് പറയുന്നുണ്ട്. വ അമ്മാ ഹാത്തി വ തആല എന്നുള്ളത് ഫഅദ്ദഹുമാ, അവ രണ്ടിനെയും എണ്ണി ജമാഅത്തും മിനൻ നഹ്വിയ്യീന, നഹ്വിയങ്ങളിൽ നിന്നുള്ളൊരു ജമാഅത്ത് ഫി അസ്മാഇൽ അഫ്ആലാണ് എണ്ണിയത്. വസ്സവാബു, ശരി, അന്നഹുമാ അവ രണ്ടും ഫിഅല അംറിൻ, അംറു ഫീലാണ്. ബിദലീലി അന്നഹുമാ ദാല്ലാനി അല ത്വലബി, എങ്ങനെ? ബിദലീലി അന്നഹുമാ, തീർച്ചയായും അവ രണ്ടും ത്വലബിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് എന്ന ദലീലോടുകൂടെ. മാത്രമല്ല വതൽഹഖുഹുമാ യാ ഉൽ മുഖാത്തബത്തി, മുഖാത്തബത്തിൻ്റെ യാ അതിനോട് ചേരുന്നു എന്ന കാരണം കൊണ്ട് തന്നെ ഈ ദലീലൊക്കെ ഉള്ളത് കൊണ്ട് സവാബ് ഫീൽ ഇസ്മു ഫീൽ അംറാണ് എന്നുള്ളതാണ് ഇബ്നു ഹിശാം റഹ്മഹുല്ലാഹ് തന്നെ ശറഹ് പറയുന്നത്. അപ്പോൾ ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.